എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങയുടെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതുപോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീനൊന്നും ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. തീരെ കനം കുറച്ചോ ഒരുപാട് കട്ടി കൂട്ടിയോ മുറിച്ചെടുക്കരുത്. ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു കനത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഒരുപാട് കട്ടി കൂട്ടി മുറിച്ചെടുക്കുകയാണെങ്കിൽ ഈ വഴുതനങ്ങയുടെ അകമൊക്കെ വല്ലാതെ സോഫ്റ്റായിട്ട് പോകും. കുറച്ചൊരു ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. വഴുതനങ്ങയെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കോൺഫ്ലവറിന് പകരമായിട്ട് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം. അരിപ്പൊടി ഉപയോഗിച്ചാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എരിവുള്ള മുളകും എരിവില്ലാത്ത മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വഴുതനങ്ങ എല്ലാം കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിലോ ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിലോ ഈ ബാറ്റർ ഈ വഴുതനങ്ങയിൽ പിടിച്ചു കിട്ടില്ല. അതിൻ്റെ ഒരു പാകത്തിൽ വേണം ആക്കിയെടുക്കാൻ. നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാകും. ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. സാധാരണ മീനൊക്കെ വറക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കോട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇതങ്ങനെയല്ല. കോട്ട് ചെയ്ത ഉടനെ തന്നെ ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു പ്രാവശ്യം വറക്കാനുള്ള വഴുതനങ്ങ മസാലയൊക്കെ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വഴുതനങ്ങ വറക്കുമ്പോൾ മിനിമം ഇത്രയും എണ്ണയെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഇതിലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ മുഴുവൻ വഴുതനങ്ങയിലോട്ട് പിടിച്ചു പോകും. ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3-4 പ്രാവശ്യം വറുത്തെടുത്താലും ആ എണ്ണ അതേപടി പാത്രത്തിൽ തന്നെ കാണും. ഓരോ സൈഡും ക്രിസ്പി ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.